കട്ടപ്പനയിൽ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ പ്രതിഷേധക്കാരുമായി പോലീസ് നടത്തിയ ചർച്ച പരാജയം. ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ. ബാങ്കിന്റെ ബോർഡുകൾ പ്രതിഷേധക്കാർ തല്ലി തകർത്തു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ BJPയും കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, അവിടെ ഒരു നിക്ഷേപകൻ താൻ ആവശ്യപ്പെട്ട പണം, അവിടെ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് ബാങ്കിന് മുന്നിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം. പ്രത്യേകിച്ചും CPM ഭരിക്കുന്ന സഹകരണ ബാങ്ക്, അവിടെയാണ് നിക്ഷേപകൻ താൻ നിക്ഷേപിച്ച പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ബാങ്കിലെത്തുകയും അത് ലഭിക്കാതെ വന്നപ്പോൾ ജീവനെടുക്കുകയും ചെയ്തത്. ബാങ്കിലെ ജീവനക്കാരും അദ്ദേഹത്തോട് മോശമായി പെരുമാറി എന്നതടക്കം, ബാങ്ക് പ്രസിഡന്റിൻ്റെ പേരടക്കം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? സുബിൻ തോമസ്. പോസ്റ്റ്മോർട്ടത്തിന് ഇപ്പോഴും മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ പോലീസ് ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ആ ഒരു 3 പേരിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ഈ മൃതദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടാണ് പ്രതിഷേധക്കാരെടുത്തിട്ടുള്ളത്. BJPയും കോൺഗ്രസും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് നിലവിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഈ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി പ്രവർത്തകർ പുറത്തേക്കിറങ്ങുകയും ഈ ബാങ്കിന്റെ ബോർഡുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ 2 ബോർഡുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ഈ കൂട്ടം കൂടി ഇതിന് മുന്നിൽ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒരു തരത്തിലും ഈ മൃതദേഹം നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാൻ, ഇവരുടെ ആവശ്യം അംഗീകരിക്കാതെ ഈ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു പ്രതിഷേധം കടുക്കുന്ന ഒരു സാഹചര്യം. ഘട്ടം ഘട്ടമായി റോഡിലേക്ക് കയറി അവർ റോഡ് ഉപരോധിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ കട്ടപ്പനയിൽ ഹർത്താലാണ്. 1 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കട്ടപ്പന നഗരസഭയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ്, അല്ലെങ്കിൽ കട്ടപ്പന നഗരസഭയിലാണ് ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു മൃതദേഹം ഇതുവരെ, അതായത് രാവിലെ 7 മണിയോടുകൂടിയാണ്, 7:30 ഈ കട്ടപ്പനയിലെ വ്യാപാരിയായിട്ടുള്ള സാബുവിനെ ഈ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷത്തോളം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിക്ഷേപ തുക ഏകദേശം 25 ലക്ഷത്തോളം രൂപ ഈ സൊസൈറ്റിയിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ തുക ഘട്ടം ഘട്ടമാണ് തഴുകിയിരുന്നത്. ബാങ്ക് തകർച്ചയുടെ പാതയിലാണ്. CPM ഭരിക്കുന്ന ബാങ്കാണ്. CPM പ്രാദേശിക നേതൃത്വമാണ് ഈ ബാങ്ക് ഭരിക്കുന്നത്. ഈ ബാങ്ക് തകർച്ചയുടെ വക്കിലാണ്. ഘട്ടം ഘട്ടമായാണ് അദ്ദേഹത്തിന് പൈസ നൽകിയിരുന്നത്. പലപ്പോഴായി ഈ തുക മുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം ഒരു 2 ലക്ഷം രൂപ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഭാര്യയുടെ ചികിത്സയ്ക്കായി. പക്ഷേ അദ്ദേഹത്തിന് ആ തുക നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ടായി. ഇന്നലെയും അദ്ദേഹം അവിടെ എത്തി ബാങ്ക് അധികൃതരോട് സംസാരിച്ചു. അപ്പോൾ ബാങ്ക് അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ മരണത്തിന് ഉത്തരവാദി അത് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ബാങ്കും ആ ബാങ്കിലെ ജീവനക്കാരുമാണ്. സെക്രട്ടറി, അവർ ബാങ്കിലുള്ള മറ്റ് ജീവനക്കാർ, പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരാണ് അതിന് കാരണക്കാർ. താൻ തന്റെ ജീവിതകാലം മൊത്തം അദ്ദേഹം അധ്വാനിച്ച തുക, അതാണ് ഈ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചത്. അത് തന്റെ ഒരു ആവശ്യത്തിന്, അതായത് തന്റെ ഭാര്യയുടെ ചികിത്സാ സംബന്ധമായ ആവശ്യത്തിന് ചോദിച്ചപ്പോൾ അത് നൽകില്ല എന്ന് പറഞ്ഞു. തന്നെ അപമാനിച്ചു, അസഭ്യം പറഞ്ഞു, തന്നെ മർദ്ദിച്ചു. ആളുകൾ നോക്കി നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു അധിക്ഷേപം എല്ലാം തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത്. വലിയ രീതിയിലുള്ള അപമാനം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ഒരു അപമാനം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധത്തിൽ പോലും നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കട്ടപ്പനയിലുള്ളത്. തീർച്ചയായും കട്ടപ്പനയിൽ വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ ഉയരുന്നത്. കട്ടപ്പനയിൽ നിക്ഷേപകൻ CPM ഭരിക്കുന്ന ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കി. അദ്ദേഹം നിക്ഷേപിച്ച തുക ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയെങ്കിലും ബാങ്ക് ജീവനക്കാർ അദ്ദേഹത്തെ മാനസികമായി അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറുന്ന സമീപനമാണ് കൈക്കൊണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ജീവനൊടുക്കുക മാത്രമല്ല, അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പും രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ബാങ്കിലെ ജീവനക്കാരും ഇതിൻ്റെ ഭരണസമിതിയുമാണ് എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ നാട്ടിലുള്ള നിക്ഷേപകരും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവുന്നില്ല. ബാങ്കിലെ ഒരാൾക്കെതിരെയെങ്കിലും
ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ഈ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ അവിടെ ഉന്നയിക്കുന്നത്. അവർ കട്ടപ്പനയിൽ നഗരസഭാ പരിധിയിൽ ഹർത്താലും ആചരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.